ഇന്ത്യ പോലെ ക്രിക്കറ്റിന് വലിയ പ്രാധാന്യവും കോടിക്കണക്കിന് കാഴ്ചക്കാരുമുള്ള ഒരു രാജ്യത്ത് ഒരു പ്രധാന മത്സരത്തിൽ ഉജ്ജ്വലമായ വിജയം നേടിയ ശേഷം തൻ്റെ വിശ്വാസം തുറന്നു പറഞ്ഞപ്പോൾ അതൊരായിരം സുവിശേഷകർ യേശുവിനെ കുറിച്ച് പ്രചരിപ്പിക്കുന്നതിനേക്കാൾ ശക്തമായ ഒരു സുവിശേഷ പ്രചരണമായി മാറി എന്നതാണ് ഈ വിമർശനങ്ങളുടെ എല്ലാം അടിസ്ഥാനം. വനിതാ ലോകകപ്പ് കിരീടം ഇന്ത്യൻ വനിതകൾ സ്വന്തമാക്കി. സെമിഫൈനലിൽ കരുത്തരായ ഓസ്ട്രേലിയയുടെ മുൻപിൽ ഇന്ത്യ പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ചെടുത്ത് ജെമീമ റോഡ്രിഗ്സ് നടത്തിയ ഒറ്റയാൾ പോരാട്ടമാണ് വിജയം നൽകിയതെങ്കിൽ ഫൈനലിൽ ടീമിൻ്റെ കൂട്ടായ പ്രകടനമാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ വിജയങ്ങളിലൊന്നായിരുന്നു ഓസ്ട്രേലിയയുടെ പടുകൂറ്റൻ സ്കോറായ 339 റൺസ് പിന്തുടർന്ന് ഇന്ത്യ വിജയിച്ചത്. അതിൻ്റെ മുൻനിരയിൽ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനവുമായി ജെമീമ റോഡ്രിഗ്സ് നിലയുറപ്പിച്ചു. രാജ്യമെങ്കും പ്രശംസിച്ച ആ നിമിഷങ്ങൾ. എന്നാൽ മത്സരശേഷം പോസ്റ്റ് മാച്ച് ഇൻ്റർവ്യൂവിൽ ജെമീമ വൈകാരികമായി യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വെളിപ്പെടുത്തിയത് ഇന്ത്യയിൽ വലിയ ചർച്ചയായി മാറി. ഈ വിജയത്തിൽ ആർക്കാണ് നന്ദി പറയുന്നതെന്ന ചോദ്യത്തിന് ജെമീമയുടെ മറുപടി വളരെ വ്യക്തമായിരുന്നു. ഞാൻ യേശുവിനും എൻ്റെ മാതാപിതാക്കൾക്കും കോച്ചിനും നന്ദി പറയുന്നു. ഈ വിജയം നേടാൻ യേശു എന്നെ സഹായിച്ചു. ഈ വാക്കുകൾ കായിക രംഗത്തെ വിശ്വാസ പ്രകടനത്തെക്കുറിച്ചുള്ള സമ്മിശ്ര പ്രതികരണത്തിനും വലിയൊരു ദേശീയ ചർച്ചയ്ക്കും തുടക്കമിട്ടു. ജെമീമയുടെ അസാധാരണ നേട്ടത്തിൽ രാജ്യമെമ്പാടും അഭിനന്ദനം പ്രകമ്പനമായി മാറിയിരുന്നു. എന്നാൽ ഉടൻ തന്നെ വിമർശനങ്ങളും ഉയർന്നു. BJP നേതാവും നടിയുമായ കസ്തൂരി ശങ്കർ ഈ പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി. ഒരു ക്രിസ്ത്യൻ താരം യേശുവിന് നന്ദി പറയുമ്പോൾ അതിനെ എല്ലാവരും ആഘോഷിക്കുന്നു. എന്നാൽ ഒരു ഹിന്ദു താരം ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക എന്നായിരുന്നു അവരുടെ ചോദ്യം. രാജ്യത്തിനു വേണ്ടി നിർണായക നിമിഷത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു കായിക താരത്തിൻ്റെ വ്യക്തിപരമായ നന്ദി പ്രകടനത്തെ പോലും ഇത്തരം ദുഷ്ട മനസ്സോടെ സമീപിക്കുന്ന വർഗീയ ഭീകരതയുടെ പ്രതീകമായി അവർ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ ഹാൻഡിലുകൾ ജമീമയ്ക്കെതിരെ അധിക്ഷേപം ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. സത്യത്തിൽ ഈ വിവാദങ്ങളുടെ അടിസ്ഥാനം ഒരു വർഷം മുമ്പ് മുംബൈയിലെ ഖാർ ജിംഖാന ക്ലബിൽ മതപരിവർത്തനത്തിന് വേണ്ടി യോഗങ്ങൾ നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് ജമീമയുടെ ക്ലബിലുള്ള ഓണററി അംഗത്വം പോലും റദ്ദാക്കിയിരുന്നു. ജമീമയുടെ പിതാവ് പാസ്റ്റർ ഇവാൻ റോഡ്രിഗ്സ് ഒരു ക്രിസ്തീയ സഭയുടെ പാസ്റ്ററാണ്. അദ്ദേഹം തൻ്റെ സഭയായ ബ്രദർ മാനുവൽ മിനിസ്ട്രീസിൻ്റെ ആരാധനകൾ നടത്താനായി ഖാർ ജിംഖാന ക്ലബിൻ്റെ ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുത്തിരുന്നു. ഒരു വർഷത്തോളം അവിടെ ആരാധന നടന്നു. ചില ഹിന്ദു തീവ്രവാദ നിലപാടുകാർ ഇത് മതപരിവർത്തനത്തിനുള്ള ശ്രമമാണെന്ന് ആരോപണം ഉന്നയിച്ചതോടെ പോലീസ് കേസെടുക്കുകയും വലിയ വിവാദങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ക്ലബ്ബ് ജമീമയുടെ അംഗത്വം റദ്ദ് ചെയ്തത്. വനിതാ വേൾഡ് കപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കെ ഈ വിവാദങ്ങളും സോഷ്യൽ മീഡിയ അറ്റാക്കുമൊക്കെ ജമീമയുടെ കരിയറിനെ തന്നെ അപകടത്തിലാക്കുന്ന നിലയിലേക്ക് എത്തിപ്പെട്ടിരുന്നു. ലോകകപ്പ് ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് പോലെയുള്ള സാഹചര്യങ്ങളും കടുത്ത മാനസിക സംഘർഷവും അതിജീവിച്ചാണ് ജമീമ നിർണായകമായ മത്സരത്തിൽ മികച്ച പ്രകടനവുമായി ടീമിൻ്റെ രക്ഷയ്ക്കായി എത്തിയത്. താൻ കടന്നു വന്ന കഠിന വെല്ലുവിളികളുടെയും അധിക്ഷേപങ്ങളുടെയും പശ്ചാത്തലത്തിൽ പോസ്റ്റ് മാച്ച് ഇൻ്റർവ്യൂവിൽ ജമീമ വൈകാരികമായി പ്രതികരിക്കുകയായിരുന്നു. പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് ജമീമ നടത്തിയ പ്രതികരണം എന്തുകൊണ്ടാണ് ഇത്രയധികം വിമർശനങ്ങൾക്ക് വിധേയമായതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ത്യ പോലെ ക്രിക്കറ്റിന് വലിയ പ്രാധാന്യവും കോടിക്കണക്കിന് കാഴ്ചക്കാരുമുള്ള ഒരു രാജ്യത്ത് ഒരു പ്രധാന മത്സരത്തിൽ ഉജ്ജ്വലമായ വിജയം നേടിയ ശേഷം തൻ്റെ വിശ്വാസം തുറന്നു പറഞ്ഞപ്പോൾ അതൊരായിരം സുവിശേഷകർ യേശുവിനെ കുറിച്ച് പ്രചരിപ്പിക്കുന്നതിനേക്കാൾ ശക്തമായ ഒരു സുവിശേഷ പ്രചരണമായി മാറി എന്നതാണ് ഈ വിമർശനങ്ങളുടെ എല്ലാം അടിസ്ഥാനം. കായിക താരങ്ങൾ ലോകമെമ്പാടും വലിയ സ്വാധീനം ചെലുത്തുന്ന വ്യക്തിത്വങ്ങളാണ്. ശാസ്ത്രീയമായ പഠനങ്ങൾ അനുസരിച്ച് മത നേതാക്കളുടെ വാക്കുകൾക്ക് 20% ആളുകളെ മാത്രമാണ് സ്വാധീനിക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ ഒരു കായിക താരത്തെ പോലെയുള്ള സെലിബ്രിറ്റികളുടെ വാക്കുകൾക്ക് 64% ആളുകളെ സ്വാധീനിക്കാൻ സാധിക്കുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ലോകമെങ്ങുമുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ തങ്ങളുടെ ബ്രാൻഡ് അംബാസഡർമാരായി മികച്ച കായിക താരങ്ങളെ നിയമിക്കുന്നത്. മത്സരവേദികൾ വിശ്വാസം പരസ്യമായി പ്രകടിപ്പിക്കുവാനുള്ള അവസരമായി മാറ്റിയ ധാരാളം താരങ്ങളെ ലോകമെങ്ങും നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ളവരിൽ ചിലരെ ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താം.
അതിനു മുൻപ് മറ്റൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. കായിക വേദികളിൽ വിശ്വാസം പരസ്യമാക്കുന്ന താരങ്ങൾ കടുത്ത വിമർശനങ്ങളുടെയും പരിഹാസത്തിൻ്റെയും ഇരയായി മാറാറുണ്ട്. ജെമിമയുടെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. ഒരു കായിക താരം വലിയൊരു മാച്ചിൽ വിജയിച്ച ശേഷം ദൈവത്തിന് നന്ദി പറയുമ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന പ്രധാന വിമർശനം ഇതാണ്: ദൈവം ശരിക്കും ആ ടീം ജയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നോ? ദൈവമാണോ അവിടെ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. കായിക താരങ്ങൾ തങ്ങളുടെ വിജയം ദൈവത്തിന് നൽകുന്നതിൻ്റെ പിന്നിലെ ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാട് ഈ വിമർശനങ്ങളെക്കുറിച്ചൊരു ഏകദേശ ധാരണ നമുക്ക് ലഭിക്കുന്നതിന് സഹായകരമാണ്. കായിക താരങ്ങളുടെ പ്രതികരണങ്ങളുടെ പ്രധാന ലക്ഷ്യം വിജയത്തിനായി ദൈവം ഇടപെടുന്നു എന്ന് അവകാശപ്പെടുകയല്ല, മറിച്ച് തങ്ങളുടെ വ്യക്തിത്വവും ലക്ഷ്യവും എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഒളിമ്പിക്സ് മെഡൽ ജേതാവ് അലിസൺ ഫെലിക്സിൻ്റെ അമ്മ അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്: ക്രിസ്ത്യാനികളായ കായിക താരങ്ങളുടെ വ്യക്തിത്വവും മൂല്യവും അവരുടെ പ്രകടനങ്ങളെ മാത്രം ആശ്രയിച്ചല്ലിരിക്കുന്നത്. അത് യേശുക്രിസ്തുവിൽ അധിഷ്ഠിതമായ പൂർണ്ണമായ വിശ്വാസമാണ്. കായിക ജീവിതത്തിൻ്റെ ഒരു ചെറിയ കാലയളവിനപ്പുറത്തേക്കും അത് നിലനിൽക്കുന്നതാണ്. കായിക ലക്ഷ്യങ്ങൾ നേടാൻ കഴിയാതെ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ നിരാശപ്പെട്ടു പോകാതെ അതിൽ നിന്ന് മോചിതരാകുന്നത് പോലും ഈ കഠിനമായ വിശ്വാസമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാക്ഷ്യങ്ങൾ കളി ജയിക്കുവാനുള്ള അല്ലെങ്കിൽ കളി ജയിപ്പിച്ചതിനുള്ള സഹായത്തിന് ദൈവത്തിന് നന്ദി പ്രകടനമായിട്ടല്ല ഇവരിത് പറയുന്നത്, മറിച്ച് ദൈവത്തിൽ നിന്ന് ലഭിച്ച കഴിവിനും ജീവിതത്തിൽ നേരിട്ട എല്ലാ വെല്ലുവിളികളിലും ലഭിച്ച ഒരു സ്ഥിരതയ്ക്കും ഒക്കെ വേണ്ടിയുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തലാണിത്. അത് പരസ്യമായി അവർ തുറന്നു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു ക്രിസ്ത്യൻ കായിക താരം ദൈവത്തിന് നന്ദി പറയുമ്പോൾ അത് തൻ്റെ വ്യക്തിഗത നേട്ടത്തിൽ നിന്ന് മഹത്വം ദൈവത്തിലേക്ക് തിരിച്ചുവിടുവാനുള്ള എളിമയുടെ ഒരു ശ്രമമായി വേണം നമ്മൾ കാണുവാൻ. തൻ്റെ കഴിവ് ദൈവത്തിൽ നിന്ന് ലഭിച്ച ഒരു ദാനമാണെന്നും അങ്ങനെ ലഭിച്ച ദൈവം നൽകിയ ഒരു പ്ലാറ്റ്ഫോമാണിതെന്നും അപ്പോൾ ആ വേദിയിൽ തനിക്കൊരു അംഗീകാരം ലഭിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ഒരു വെളിച്ചം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതുമാണ് അവരുടെ ലക്ഷ്യമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനെ കായിക ലോകത്ത് നിന്ന് ക്രിസ്തീയ സാക്ഷ്യം നിർവഹിച്ച നിരവധി ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ചിലരെ ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. പ്രശസ്ത ബാസ്കറ്റ്ബോൾ താരം സ്റ്റീഫൻ കറി. അമേരിക്കൻ NBA സൂപ്പർ താരമാണ് സ്റ്റീഫൻ കറി. കളിക്കളത്തിൽ വിശ്വാസം വെളിപ്പെടുത്തുന്നവരുടെ ഒരു സ്ഥിരം പ്രതീകം കൂടെയാണ് അദ്ദേഹം. തൻ്റെ എല്ലാ ഷൂകളിലും അദ്ദേഹം ഫിലിപ്പിയർ 4:13 എന്ന വാക്യം കുറിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നാണ് ആ വാക്യം. ഇത് തൻ്റെ ശക്തിയുടെയും ദൃഢനിശ്ചയത്തിൻ്റെയും ഉറവിടമാണെന്ന് കറി വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നു. ഈ വിശ്വാസ പ്രതീകം അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായി പോലും അദ്ദേഹം തൻ്റെ ഷൂവിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. അതായത് സ്റ്റീഫൻ കറി തൻ്റെ കഴിവിനെ ദൈവത്തിൽ നിന്നുള്ള ദാനമായിട്ടാണ് കരുതുന്നത്. ദൈവമാണ് തനിക്ക് ഈ പ്ലാറ്റ്ഫോം നൽകിയത്. ക്രിസ്തുവിൻ്റെ വെളിച്ചം ഞാൻ പരസ്യമായി പ്രകാശിപ്പിക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രം. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കളിയിലെ എതിരാളികളോട് വളരെ വിനയത്തോടുകൂടെ ഇടപെടുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. മത്സരങ്ങൾ കഴിഞ്ഞ ഉടനെ പലപ്പോഴും അദ്ദേഹം എതിർ ടീമിനൊപ്പം അവരുടെ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത് അമേരിക്കൻ മത്സരങ്ങളിൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു കാഴ്ചയാണ്. അതായത് വിജയം കേവലം വ്യക്തിഗതമായ ഒരു നേട്ടമല്ല, ഒരു കൂട്ടായ്മയുടെയും ദൈവമഹത്വത്തിൻ്റെയും ഒരു വേദിയാണെന്ന് അദ്ദേഹം എപ്പോഴും തെളിയിക്കുന്നു. രണ്ടാമത്, ഫുട്ബോൾ താരമായ ടിം ടിബോ. അമേരിക്കൻ ഫുട്ബോൾ താരം ടിം ടിബോ കായിക രംഗത്തെ ഏറ്റവും ധീരനായ സുവിശേഷകനായിരുന്നു. തൻ്റെ ഐബ്ലാങ്കിൽ ബൈബിൾ വാക്യങ്ങൾ എഴുതുന്നതിലൂടെ അദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് തൻ്റെ വിശ്വാസ സന്ദേശം എത്തിച്ചു. അദ്ദേഹം എപ്പോഴും ആലേഖനം ചെയ്തിരുന്ന വാക്യം യോഹന്നാൻ 3:16 അതായത് തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന ബൈബിളിൻ്റെ പുതിയ നിയമത്തിൻ്റെ ഏറ്റവും ശക്തമായ വാക്യം. ഒരു പ്ലേ ഓഫ് മത്സരത്തിൽ 316 യാർഡ് അദ്ദേഹം എറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ യോഹന്നാൻ 3:16 എന്നുള്ള വാക്യം ഓൺലൈനിൽ സെർച്ച് ചെയ്തത് 94 ദശലക്ഷം ആളുകളാണ്. അതായത് 9 കോടിയിലധികം ആളുകൾ. വിജയത്തിന് ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതും ടിം ടിബോയുടെ ഒരു രീതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വലിയ ശക്തമായ പരിഹാസങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഫിലിപ്പൈൻസിൽ മിഷണറിമാരായി പ്രവർത്തിച്ച തൻ്റെ മാതാപിതാക്കളുടെ സ്വാധീനമാണ്
തൻ്റെ ഈ ദൗത്യ നിർവഹണത്തിന് പിന്നിലെന്ന് ടിംബോ എപ്പോഴും വ്യക്തമാക്കിയിരുന്നു. തൻ്റെ പ്ലാറ്റ്ഫോം ദൈവം നൽകിയ ദാനമാണ്, അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കും, അദ്ദേഹം പറയുന്നു. ഇനി അലിസൺ ഫെലിക്സിനെ കുറിച്ച് 7 ഒളിമ്പിക് സ്വർണ്ണ മെഡലുകൾ നേടിയ അലിസൺ ഫെലിക്സ് തൻ്റെ മത്സര വിജയങ്ങളെ ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. എൻ്റെ ഈ കായിക നേട്ടങ്ങളുടെ എല്ലാം കാരണം എൻ്റെ ദൈവവിശ്വാസമാണ്. ദൈവം എനിക്ക് നൽകിയ സമ്മാനമാണിത്. അതാണ് എൻ്റെ വിശ്വാസം. ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ ഇത് പരമാവധി ഉപയോഗിക്കും. ഫെലിക്സ് തൻ്റെ നയം വ്യക്തമാക്കുന്നു. മാതൃത്വത്തിൻ്റെയും കായിക കരിയറിൻ്റെയും വെല്ലുവിളികളെ അതിജീവിക്കുവാൻ അവർക്ക് ശക്തി നൽകിയത് ക്രിസ്തീയ വിശ്വാസമാണ്. വിജയങ്ങളെ അടിസ്ഥാനമാക്കിയല്ല, ക്രിസ്തുവിലാണ് എൻ്റെ വ്യക്തിത്വം എന്ന് തിരിച്ചറിയുന്നതിലൂടെ പരാജയങ്ങളിൽ നിന്ന് പോലും തനിക്ക് സ്ഥിരത നിലനിർത്തുവാൻ കഴിയുന്നുവെന്ന് അവരുടെ അമ്മ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വിശ്വാസം നൽകുന്ന ലക്ഷ്യബോധമാണ് അവരുടെ സ്ഥിര വിജയത്തിന് പിന്നിൽ പ്രേരക ശക്തിയായി പ്രവർത്തിച്ചത്. അവസാനമായി ബ്രസീലിയൻ ഫുട്ബോൾ താരം നെയ്മറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നെയ്മർ ജൂനിയർ. നെയ്മറുടെ ഹെഡ് ബാൻഡ് 100% ജീസസ് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയ കാര്യമാണ്. 2015 യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അതിൻ്റെ ഫൈനലിൽ ജർമ്മനിയിലെ ബെർലിനിലെ ഒളിമ്പിയ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ FC ബാഴ്സലോണയും യുവൻറസും തമ്മിലുള്ള മത്സരമായിരുന്നു. അതിൽ ബാഴ്സലോണ ടീം വിജയിച്ചു. മത്സര വിജയത്തിന് ശേഷം ബാഴ്സലോണ താരങ്ങളുടെ ആ ആഘോഷവേളയിൽ, ആ ട്രോഫി ഏറ്റുവാങ്ങുന്ന വേളയിൽ നെയ്മർ തൻ്റെ തലയിൽ 100% ജീസസ് എന്ന് ആലേഖനം ചെയ്ത ഹെഡ് ബാൻഡ് ധരിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ക്ലബ്ബ് വിജയങ്ങളിലൊന്നായിരുന്നു. തൻ്റെ വിശ്വാസത്തിൻ്റെ പരസ്യമായ പ്രഖ്യാപനത്തിന് അദ്ദേഹം തിരഞ്ഞെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വേദിയുമായിരുന്നു അത്. നെയ്മർ 11ാം വയസ്സിൽ തൻ്റെ കളി ആരംഭിച്ചപ്പോൾ അമ്മ നൽകിയ ബാൻഡാണത്. ക്ലബ് ഫുട്ബോൾ മത്സര സമയങ്ങളിൽ ഇങ്ങനെയുള്ള മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിന് കർശനമായ വിലക്കുകൾ ഉണ്ടായിരുന്നു. എന്നാൽ വിജയാഘോഷ വേളകളിൽ അത്തരം വിലക്കുകൾ ഇല്ലാത്തതുകൊണ്ട് നെയ്മർ അത് ഉപയോഗിക്കുകയും ലോകമെങ്ങും കോടിക്കണക്കിന് ആളുകൾ അത് കാണുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജെമിമ റോഡ്രിഗ്സ് ഒറ്റയ്ക്കല്ല, ലോകമെമ്പാടുമുള്ള പ്രമുഖ കായിക താരങ്ങൾ തങ്ങളുടെ വലിയ വേദികളെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിനായി ഉപയോഗിക്കുന്നു. ഈ താരങ്ങളെല്ലാം ഒരുപോലെ പങ്കുവയ്ക്കുന്ന അടിസ്ഥാന സത്യം ഇതാണ്: നമ്മുടെ കഴിവുകൾ, വിജയം, സ്വാധീനം എന്നിവയുടെ എല്ലാം ഉറവിടം ക്രിസ്തുവാണ്. പൊതുവേദികളിലെ വിശ്വാസ പ്രകടനങ്ങൾ, പ്രഖ്യാപനങ്ങൾ വിമർശിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ പോലും ക്രിസ്തീയ കായിക താരങ്ങൾ പിന്മാറുന്നില്ല. കാരണം അവരുടെ സ്വത്വം നിലനിൽക്കുന്നത് താൽക്കാലികമായ കായിക വിജയത്തിലല്ല, നിത്യമായ ദൈവത്തിലുള്ള ബന്ധത്തിലാണ് അത് അധിഷ്ഠിതമായിരിക്കുന്നത്. വെല്ലുവിളികളും വിവാദങ്ങളും ഉണ്ടായാലും നമ്മിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനെന്ന ഉറപ്പാണ് ഈ കായിക താരങ്ങളുടെ സാക്ഷ്യങ്ങളുടെ ആ ഉറപ്പിൻ്റെ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്നത്. വിശ്വാസം കളിക്കളത്തിൽ സ്ഥിരതയും ലക്ഷ്യബോധവും നൽകുന്നു. അവരുടെ വിജയം ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കുമ്പോൾ അവർ വെറും കായിക താരങ്ങൾ എന്നതിലുപരി ക്രിസ്തുവിൻ്റെ ശക്തരായ സാക്ഷികളായി മാറുന്നു. നമുക്കും ഈ താരങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വേദികളിലും ദൈവത്തിന് മഹത്വം കരയേറ്റുവാനും നന്ദി കരയേറ്റുവാനും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ നിർത്തുന്നു. പാസ്റ്റർ KM ജോസഫ് കേരളക്കരയെ ഇളക്കി മറിച്ച അനുഗ്രഹീതനായ ഒരു പ്രഭാഷകനായിരുന്നു. അരനൂറ്റാണ്ട് കാലം പെന്തക്കോസ്ത് ഉപദേശങ്ങൾക്ക് വേണ്ടി അതിശക്തമായി അദ്ദേഹം നിലകൊണ്ടു. അദ്ദേഹം എഴുതിയ ചില ലഘുപുസ്തകങ്ങളുടെ സമാഹാരമാണ് ഞാൻ ഈ കാണിക്കുന്നത്. കന്യകാമറിയം, പൗരോഹിത്യം, സ്നാനം, പെന്തക്കോസ്ത്, ഈ 4 ലഘുപുസ്തകങ്ങൾ ഒന്നിച്ച് ഒരു പുസ്തകമാക്കി മാറ്റിയിരിക്കുന്നു. ഉപദേശപരമായ വിഷയങ്ങൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ദുരുപദേശങ്ങൾക്കെതിരെ അതിശക്തമായ രചനകളാണിത്. ഈ ഗ്രന്ഥം വേദപഠിതാക്കൾക്ക് ഏറെ പ്രയോജനപ്പെടുന്നതാണ്. 150 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. അതുപോലെ തന്നെ പാസ്റ്റർ KM ജോസഫിൻ്റെ മനോഹരമായ 151 പ്രസംഗങ്ങളുടെ സമാഹാരമാണിത്. പ്രസംഗക്കുറിപ്പുകളുടെ സമാഹാരം. ദൈവവചനം പ്രസംഗിക്കുന്നവർക്ക് ഇത് ഏറെ പ്രയോജനം ചെയ്യുന്ന പുസ്തകമാണ്. ഇതോടൊപ്പം മറ്റ് 2 പുസ്തകങ്ങൾ കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. ഇന്നും നാം സാത്താൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരോ, ലഫ്റ്റനന്റ് കേണൽ ഏബ്രഹാം PV എഴുതിയിരിക്കുന്ന മനോഹരമായൊരു പുസ്തകം. ഇത് ഞാൻ തന്നെ രചിച്ചിട്ടുള്ള
ലേഖനങ്ങളുടെ സമാഹാരമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഈ 4 പുസ്തകങ്ങൾക്കും ഓരോന്നിനും 150 രൂപ വീതമാണ് വില, ആകെ 600 രൂപ. എന്നാൽ ഇപ്പോൾ ഈ പുസ്തകങ്ങൾ ഒന്നിച്ചെടുക്കുന്നവർക്ക് പകുതി വിലയ്ക്ക്, അതായത് 300 രൂപയ്ക്ക് ഈ പുസ്തകങ്ങൾ ലഭിക്കുന്നു. ഇതോടൊപ്പം സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ആ വാട്സപ്പ് നമ്പറിലേക്ക് 4 ബുക്സ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് അയയ്ക്കുക. നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ ബൈ പോസ്റ്റ് അയച്ചു തരുന്നതായിരിക്കും.